നിലമ്പൂർ തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ്. വോട്ട് പെട്ടിയിൽ വീഴുന്നതിന് മുമ്പ് ഓരോ വോട്ടും ഉറപ്പിക്കാനുള്ള വലിയ ശ്രമത്തിലാണ് എല്ലാ സ്ഥാനാർത്ഥികളും ഒപ്പം മുന്നണികളും. പക്ഷേ പ്രചാരണം പല രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് വർഗീയത ആരോപണമാണ്. മുമ്പ് നടന്ന പല തെരഞ്ഞെടുപ്പിലും ഇത് കണ്ടതാണ്. ഇത്തവണ അത് കുറച്ചുകൂടി രൂക്ഷമായി വന്നിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതായത് ഒരു മുന്നണിക്ക് ഒരു വിഭാഗം പിന്തുണ നൽകുമ്പോൾ അത് വർഗീയത. മുമ്പ് ഇതേ വിഭാഗം ഈ ആരോപണം ഉന്നയിക്കുന്ന മുന്നണിക്ക് പിന്തുണ നൽകിയാൽ അത് വർഗീയതയല്ല. ഈ വർഗീയത ആരോപണം പരസ്പരം ഉന്നയിക്കപ്പെടുകയാണ്. UDFന് പിന്തുണയുമായി ജമാഅത്തെ ഇസ്ലാമിയെ ബന്ധമൊക്കെയുള്ള വെൽഫെയർ പാർട്ടി പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു. അത് വർഗീയതയായി CPM അടക്കം ആരോപിക്കുന്നു. ഹിന്ദു മഹാസഭ അതോടൊപ്പം PDP ഈ രണ്ട് പാർട്ടികളും LDFന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു. പക്ഷേ അത് വർഗീയതയായി CPM കരുതുന്നില്ല. ഇതൊക്കെയാണ് നിലമ്പൂരിലെ ഇപ്പോഴത്തെ വലിയ ചർച്ചാ വിഷയം. ഈ വർഗീയത ആരോപണം, വർഗീയ ബന്ധം ആരോപണമൊക്കെ ശരിക്കും ഉപകാരപ്പെടുന്നത് അല്ലെങ്കിൽ ഗുണം ചെയ്യുന്നത് ആർക്കാണ്? അല്ല, ഓരോ പാർട്ടിയും രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുന്നത് അവർക്ക് തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം എന്ന് പറയുന്നത് പരസ്പര ആരോപണങ്ങൾ ഉന്നയിക്കുക, ശരിയാണോ തെറ്റാണോ എന്നുള്ളതല്ല, ആരോപണം ഉന്നയിക്കുക, ആ ആരോപണങ്ങളെ മുൻനിർത്തി ജനങ്ങളെ സ്വാധീനിക്കുക, ആ സ്വാധീനത്തിലൂടെ വോട്ട് സമാഹരിക്കുക. ഇതാണ് രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്ന കാര്യം, അതാണ് ചെയ്യേണ്ട കാര്യം. അപ്പോൾ അതിൽ സത്യസന്ധത ഉണ്ടാകാറുണ്ടോ, രാഷ്ട്രീയ മാന്യത ഉണ്ടാകാറുണ്ടോ എന്ന് വെച്ചാൽ അത് നമ്മൾ കാണാറില്ല. പക്ഷേ സംഗതി എന്താണെന്ന് വെച്ചാൽ ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട്. ജനങ്ങൾ ഇതൊക്കെ കണ്ട് അവരുടെ ലോജിക്ക് ഉപയോഗിച്ച് അവരൊരു കൺക്ലൂഷനിലെത്തുന്നു, അവർ വോട്ട് രേഖപ്പെടുത്തുന്നു. അതാണ് ഇത്രയും കാലം രാഷ്ട്രീയത്തിൽ നടന്നു പോരുന്നത്. അപ്പോൾ അതിൽ നിലമ്പൂരിലും സ്വാഭാവികമായിട്ട് അത് വരും. കഴിഞ്ഞ 2 ദിവസമായിട്ടുള്ളൊരു പ്രധാനപ്പെട്ട ചർച്ച എന്താണെന്ന് വെച്ചാൽ ഈ വെൽഫെയർ പാർട്ടി അവരുടെ പിന്തുണ UDFന് പ്രഖ്യാപിക്കുന്നു. അതേ ദിവസം തന്നെയാണ് PDP അവരുടെ പിന്തുണ LDFന് പ്രഖ്യാപിക്കുന്നു. ഹിന്ദു മഹാസഭ എന്ന് പറഞ്ഞിട്ടൊരു സംഘടന അവർ CPMൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ വിജയരാഘവനെ കാണുന്നു. അതിനുശേഷം പത്രസമ്മേളനം നടത്തി LDFന് പിന്തുണ പ്രഖ്യാപിക്കുന്നു. ഇത് വലിയ ചർച്ചയാകുന്ന എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെൽഫെയർ പാർട്ടി അതിൻ്റെ പിന്തുണ UDFന് പ്രഖ്യാപിച്ചപ്പോൾ അത് വലിയ പ്രശ്നമാണ്. അത് UDF വർഗീയതയുടെ കൂടാരമായി മാറിയതാണ് ഇത് കാണിക്കുന്നത് എന്ന് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ അതിനെതിരെ രംഗത്ത് വന്നു. അതിനെ തുടർന്നാണ് ഈ ചർച്ചകൾ വികസിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഈ വർഗീയത ആരോപണം അല്ലെങ്കിൽ തീവ്രവാദ ആരോപണം എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രീയത്തിൽ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. വലിയ രസകരമായൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഇപ്പം കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. മുഖ്യധാര രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടുള്ള പാർട്ടിയാണ്. 1960 അവർ 48 സ്വാതന്ത്ര്യത്തിന് ശേഷമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രൂപീകരിക്കപ്പെടുന്നത്. അതിനുശേഷം അവരൊറ്റക്കാണ് കേരളത്തിലാണ് കാര്യമായിട്ട് മത്സരിച്ചത്, ഒറ്റക്കാണ് മത്സരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ 1960 അവർ കോൺഗ്രസുമായി ചേർന്നാണ് കേരളത്തിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ പങ്കാളികളാവുന്നത്. അതിൻ്റെ ഒരു കാരണം വെച്ചാൽ തൊട്ട് മുമ്പ് CPIയുടെ EMSൻ്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ഇടതുപക്ഷ സർക്കാരിനെതിരെ നടന്ന വിമോചന സമരത്തിൽ അവർ ഭാഗമായിരുന്നു. അതിനെ തുടർന്ന് ഒരു കോൺഗ്രസിൻ്റെ ഒരു നാച്ചുറൽ അലൈ എന്ന സ്വഭാവത്തിൽ വരുന്നു. 60 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ കൂടെ മത്സരിക്കുന്നു. പക്ഷേ ആ തെരഞ്ഞെടുപ്പിൽ അവർ വിജയിക്കുന്നു. കോൺഗ്രസ്, PSP പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി, മുസ്ലിം ലീഗ്, ഈ മുക്കൂട്ട് മുന്നണി അവരാണ് മത്സരിക്കുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന് ശേഷം മന്ത്രിസഭയിൽ മുസ്ലിം ലീഗിനെ കോൺഗ്രസ് ഉൾപ്പെടുത്തുന്നില്ല. സ്പീക്കർ സ്ഥാനം നൽകാം. സീതി സാഹിബ് സ്പീക്കറാവുന്നു. സീതി സാഹിബിന് സ്പീക്കർ സ്ഥാനം നൽകുന്നു, മന്ത്രിസ്ഥാനം നൽകുന്നില്ല, മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുന്നില്ല. പിന്നീട് ഇദ്ദേഹം സീതി സാഹിബ് മരണപ്പെടുന്നു. ശേഷം ആ സ്പീക്കർ സ്ഥാനത്തേക്ക് മുസ്ലിം ലീഗ് CH മുഹമ്മദ് കോയെ പ്രപ്പോസ് ചെയ്യുന്നു. പക്ഷേ അന്ന് കോൺഗ്രസ് CH മുഹമ്മദ് കോയെ സ്പീക്കറാക്കാൻ സന്നദ്ധമായി ഒരു ഡിമാൻഡ് വെക്കുകയാണ് കോൺഗ്രസ്. CH മുഹമ്മദ് കോയ സ്പീക്കറാണെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ അംഗത്വത്തിന് രാജിവെക്കണം, പ്രാഥമിക അംഗത്തിന് രാജിവെക്കണം. മുസ്ലിം ലീഗിന് വേറെ വഴിയില്ല. CH മുഹമ്മദ് കോയ പ്രാഥമിക അംഗത്തിൽ നിന്ന് രാജിവെച്ചിട്ടാണ് സ്പീക്കറാവുന്നത്. എന്താ അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അന്ന് മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയായിരുന്നു. ഇന്നിപ്പം വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയുടെ പശ്ചാത്തലത്തിൽ മതരാഷ്ട്രവാദം എന്ന ടാഗ് ലൈനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അന്ന് പാകിസ്ഥാൻ വാദം, പാകിസ്ഥാൻ
രൂപീകരണത്തിന് കാരണക്കാരായിട്ടുള്ള പാർട്ടി. മാത്രമല്ല ദേശീയ തലത്തിൽ കോൺഗ്രസ് മുസ്ലിം ലീഗിനെതിരെ വലിയ രീതിയിൽ പ്രചാരണം നടത്തുന്നുണ്ടായിരുന്നു, വിമർശനം ഉന്നയിക്കുന്നുണ്ടായിരുന്നു. ചത്ത കുതിരയാണ് എന്ന് നെഹ്റു മുസ്ലിം ലീഗിനെ കുറിച്ച് പറഞ്ഞ സന്ദർഭമൊക്കെ അപ്പോഴാണ്. അപ്പോൾ അതുകൊണ്ട് മുസ്ലിം ലീഗുകാരനായിക്കൊണ്ട് സ്പീക്കറാക്കാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു പിന്നെ കോൺഗ്രസിൻ്റെ നിലപാട്. അങ്ങനെ CH മുഹമ്മദ് കോയ മുസ്ലിം ലീഗിൽ നിന്ന് രാജിവെച്ചിട്ടാണ് സ്പീക്കറാകുന്നത്. പക്ഷേ ആ മുന്നണി അധികകാലം നീണ്ടുന്നില്ല. പിന്നെ നമ്മൾ കാണുന്നത് എന്ന് വെച്ചാൽ ഈ കോൺഗ്രസ്സിൽ നിന്ന് മുസ്ലിം ലീഗ്, കോൺഗ്രസ് മുന്നണിയിൽ നിന്ന് മുസ്ലിം ലീഗ് പോകുന്നു. 1967 സപ്തകക്ഷി മുന്നണിയുടെ ഭാഗമായിട്ടാണ് മുസ്ലിം ലീഗ് മത്സരിക്കുന്നത്. എന്നാൽ ഈ സപ്തകക്ഷി മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന ആരാണ്? CPIM ആണ്. EMSൻ്റെ നേതൃത്വത്തിൽ CPIM ഉണ്ട്, CPI ഉണ്ട്, RSP ഉണ്ട്, SSP ഉണ്ട്, KTP ഉണ്ട്. ഇങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് നോക്കണം. CPMൻ്റെ മുന്നണിയിൽ, CPM നേതൃത്വം നൽകുന്ന മുന്നണിയിലാണ് മുസ്ലിം ലീഗ് മത്സരിക്കുന്നത്. ആദ്യമായിട്ട് മുസ്ലിം ലീഗിന് ആ മുന്നണി വൻ വിജയം നേടുന്നു. മുസ്ലിം ലീഗിന് 2 മന്ത്രിമാർ, അഹമ്മദ് കുരികളും CH മുഹമ്മദ് കോയയും. എഡ്യൂക്കേഷൻ, LSG ഈ 2 പോർട്ട്ഫോളിയോസ് മുസ്ലിം ലീഗ് എടുക്കുകയാണ്. എന്താണ് മുസ്ലിം ലീഗ് മുഖ്യധാര രാഷ്ട്രീയത്തിന് അതുവരെ പാകിസ്ഥാൻവാദികളെന്നും വർഗീയവാദികളെന്നും ഇരുഭാഗത്തുനിന്നും പഴികെട്ടുകൊണ്ടിരുന്നതാണ്. പക്ഷേ മുസ്ലിം ലീഗ് മന്ത്രിസഭയുടെ ഭാഗമാണ്. അപ്പോൾ 67 മുസ്ലിം ലീഗിന് ആദ്യമായിട്ടൊരു മിനിസ്റ്റീരിയൽ ബർത്ത് ഇന്ത്യയിൽ തന്നെ ലഭിക്കുന്നത് 67 EMS മന്ത്രിസഭയിലാണ്. ശേഷം പിന്നെ അവർ കോൺഗ്രസ് മുന്നണിയിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ ഇതിൽ തമാശ എന്ന് വെച്ചാൽ 67 CPM നേതൃത്വം നൽകുന്ന മന്ത്രിസഭയിൽ മുസ്ലിം ലീഗ് ഭാഗമായ മുസ്ലിം ലീഗ് 2004 തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത മനസ്സിലാക്കണം. മുസ്ലിം ലീഗിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ട തെരഞ്ഞെടുപ്പായിരുന്നു 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. കാരണം അവരുടെ കയ്യിലുണ്ടായിരുന്ന മഞ്ചേരി സീറ്റ് അവർക്ക് നഷ്ടപ്പെടുന്നു. ഒരു സീറ്റിൽ മാത്രം പൊന്നാനിയിൽ അഹമ്മദ് ജയിക്കുന്നു. ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു തിരിച്ചടി, ഇലക്ട്രൽ സെറ്റ് ബാക്ക് മുസ്ലിം ലീഗ് ഉണ്ടാകുന്നത്. പക്ഷേ ഏറ്റവും വലിയ ഇലക്ട്രൽ സെറ്റ് ബാക്ക് ഉണ്ടായ അതേ തെരഞ്ഞെടുപ്പിൽ തന്നെയാണ് അവരുടെ രാഷ്ട്രീയത്തിൽ ഏറ്റവും വലിയ മുന്നേറ്റം അവരുണ്ടാക്കുന്നത്. കേന്ദ്ര മന്ത്രിസഭയുടെ ഭാഗമാകുന്നു ആദ്യമായിട്ട് മുസ്ലിം ലീഗ്. അന്ന് UPA ഗവൺമെൻറ്റിൽ UPA മിനിസ്ട്രിയിൽ മുസ്ലിം ലീഗിനെ എടുത്തതിനെതിരെ ഏറ്റവും ശക്തമായി പ്രതികരിച്ച പാർട്ടി അതെന്ന് അറിയാം, CPM ആണ്. അച്യുതാനന്ദനാണ് അതിശക്തമായി രംഗത്തിറങ്ങിയത്. അച്യുതാനന്ദൻ ഉപയോഗിച്ച വാക്ക് മതേതരത്വത്തിൻ്റെ നെഞ്ചിലേറ്റ നെഞ്ചിൽ കുത്തിയ പരിപാടിയാണിത് എന്നുള്ളതാണ്. BJPയുടെ വർഗീയ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ജനവിധിയാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പെങ്കിൽ അതിനെ അട്ടിമറിക്കുന്ന രീതിയിൽ മതേതരത്വത്തിൻ്റെ നെഞ്ചിലേറ്റ കുത്താണ് അഹമ്മദിൻ്റെ മന്ത്രിസ്ഥാനം എന്ന് VS അച്യുതാനന്ദൻ പ്രഖ്യാപിക്കുന്നു. അത് VS അന്ന് പലപ്പോഴും ഒറ്റപ്പെട്ട പ്രസ്താവന നടത്തുന്ന ആളാണ്. പക്ഷേ VSൻ്റെ പ്രസ്താവന മാത്രമാണെന്നായിരുന്നു ആദ്യം കരുതിയിരുന്നത്. പക്ഷേ തൊട്ടടുത്ത ദിവസം കൊൽക്കത്തയിൽ ചേർന്നുള്ള CPM പോളിറ്റ് ബ്യൂറോ ഔദ്യോഗികമായിട്ട് ഇദ്ദേഹത്തെ മുസ്ലിം ലീഗിനെ മന്ത്രിസഭയിലെടുത്തതിനെതിരെ അവർ പ്രതിഷേധ പ്രസ്താവന ഇറക്കുന്നു. ശേഷം നടന്ന CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റും ഇതേ പ്രസ്താവന ആവർത്തിക്കുന്നു. കാരണം അതൊരു ഡിസ്ഗ്രേസ് ആയിപ്പോയി, ഈ ജനവിധിക്കെതിരായ നന്ദികേടായിപ്പോയി ഈ തീരുമാനം. ഒന്നാലോചിച്ച് നോക്കുക, 67 EMS CPM നേതൃത്വത്തിലുള്ള മന്ത്രിസഭയാണ് ആദ്യമായിട്ട് മുസ്ലിം ലീഗിന് മന്ത്രിസ്ഥാനം നൽകുന്നത്. പക്ഷേ 2004 UPA ഗവൺമെൻറ് മുസ്ലിം ലീഗിന് മന്ത്രിസ്ഥാനം നൽകുമ്പോൾ CPM എടുക്കുന്ന പൊസിഷൻ എന്താണ്? അത് മതേതരത്വത്തിൻ്റെ നെഞ്ചിലേറ്റ കുത്താണെന്നുള്ളതാണ്. അപ്പോൾ അന്ന് 67 നിങ്ങൾ കൊടുത്തതെന്ന് ചോദിച്ചാൽ നിങ്ങൾ മന്ത്രിസഭയിലെടുത്തതോ എന്ന് ചോദിച്ചാൽ ഇന്നത്തെ ഗോവിന്ദ മാഷിൻ്റെ ഭാഷയിൽ എന്തായിരിക്കും പറയുക? അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ പറയുന്നതിൽ യാതൊരു മടിയുമില്ലാത്ത, ആധികാരികമായി നുണ പറയാൻ, ദൃഢതയോടെ നുണ പറയാൻ അസാധാരണമായ സിദ്ധിയുള്ള നേതൃത്വമാണ് CPMൻ്റെ എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശേഷം എന്ന് പറയുന്നത്. കാരണം വെൽഫെയർ പാർട്ടിയും CPM തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളത് ഈ ലീഗിൻ്റെ കാര്യത്തിലൊന്നും ഒരു വിദൂര ഭൂതകാലത്തിൽ സംഭവിച്ചതല്ല. നമ്മളുടെയൊക്കെ പത്രപ്രവർത്തന ജീവിതത്തിൽ നമ്മളൊക്കെ കണ്ട കാര്യങ്ങളാണത്. CPMൻ്റെയും വെൽഫെയർ പാർട്ടിയുടെയും അണികൾ ഒന്നിച്ച് പ്രകടനം നടത്തുന്നത്, ആഹ്ലാദ പ്രകടനം നടത്തുന്നത്, തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ നടത്തുന്നത്, മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തുകളും ഭരിക്കുന്നത്, സ്റ്റാൻഡിംഗ് കൗൺസിൽ ചെയർമാൻഷിപ്പ് പരസ്പരം പങ്കുവെക്കുന്നത്, ഇതൊക്കെ അടുത്ത കാലത്ത് കേരളം കണ്ടതാണ്. ഇതിലും മാറ്റം ഉണ്ടാകുന്ന എപ്പോഴാണ്? 2019 ശേഷം മാത്രമാണ്. 2019 എന്താണെന്ന് വെച്ചാൽ ഈ മോഡിക്കെതിരായിട്ടുള്ള ഒരു പോസിബിൾ പാർട്ടി എന്നുള്ള നിലക്ക് കോൺഗ്രസിൻ്റെ നമ്പർ ലോക്സഭയിൽ കൂട്ടണം
എന്നൊരു രാഷ്ട്രീയ തീരുമാനം വെൽഫെയർ പാർട്ടി എടുക്കുന്നു. അവർ പൂർണ്ണമായിട്ട് UDF സപ്പോർട്ട് കൊടുക്കുന്നു. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. പക്ഷേ അതിനുശേഷം UDF വെൽഫെയർ പാർട്ടി സപ്പോർട്ട് കൊടുത്തതിന് ശേഷം CPM എടുത്ത പോസ്റ്റ് എന്ന് വെച്ചാൽ വെൽഫെയർ പാർട്ടിക്കെതിരായിട്ടുള്ള നേരത്തെ ലീഗിനെതിരെ ചെയ്ത പോലെ ഈ വർഗീയത ആരോപണം, തീവ്രവാദ ആരോപണം, മതരാഷ്ട്ര ആരോപണം അതുമായിട്ട് പോകുന്നു. സ്വാഭാവികമായിട്ടും രണ്ട് പാർട്ടികളും തമ്മിൽ വലിയ തോതിൽ അകലുന്നു. പക്ഷേ ഇത് കേരളത്തിൽ മാത്രമാണ്, കേരളത്തിന് പുറത്ത് ഇങ്ങനെ ആയിരുന്നില്ല. തമിഴ്നാട്ടിൽ CPM പ്രചാരണ റാലികൾ വെൽഫെയർ പാർട്ടി നേതാക്കന്മാർ പ്രസംഗിക്കുന്ന വീഡിയോസും പിന്നെ ഫോട്ടോസൊക്കെ ഇഷ്ടംപോലെ ലഭ്യമാണ്. അപ്പോൾ ഇതിലും പ്രശ്നം ഇതാണ്, ഇത് വളരെ സമീപഭൂതത്തിൽ സംഭവിച്ച കാര്യത്തെ പോലും ഒരു ലജ്ജയുമില്ലാതെ തള്ളിപ്പറയാനും അങ്ങനെ ഇല്ല എന്ന് ഉറപ്പിച്ച് പറയാനും എന്നിട്ട് പുതിയൊരു വാദം ഉന്നയിക്കാനും CPM സാധിക്കുന്നു എന്നുള്ള ആ ഒരു തൊലിക്കെട്ടി അവർക്കുണ്ടെന്നുള്ളത് വളരെ അവരുടെ ഒരു പ്രത്യേകതരം കഴിവായിട്ട് കാണേണ്ടതാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ലാർജർ ഇതൊരു വെൽഫെയർ പാർട്ടി CPM UDF ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നമായിട്ടല്ല ഞാൻ കാണുന്നത്. എന്ന് വെച്ചാൽ ഒന്നാമത്തെ ഒരു പ്രശ്നം ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ മുസ്ലിം കർത്തൃത്വത്തിലോ മുസ്ലിം പശ്ചാത്തലത്തിലോ രൂപീകരിക്കപ്പെടുന്ന രാഷ്ട്രീയ സംവിധാനങ്ങൾ അവയ്ക്ക് ഒരു ശുദ്ധി കവാടത്തിലൂടെ കടന്നു പോകേണ്ട, ഒരു സർട്ടിഫിക്കേഷൻ പ്രോസസ്സിലൂടെ കടന്നു പോകേണ്ട ഒരു അധിക ബാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഇതെല്ലാം കാണിക്കുന്നത്. കാരണം ഒന്ന് ആലോചിച്ച് നോക്കൂ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യ മുന്നണി രൂപീകരിക്കപ്പെടുന്നത്. ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷി ആരാണ്? ശിവസേനയാണ്. മറ്റൊരു ഘടകകക്ഷി ആരാണ്? CPM ആണ്, CPI ആണ്. ഈ ശിവസേന എന്ന് പറയുന്ന പാർട്ടി ഏതാ? എന്താ അവരുടെ പരിപാടി? എന്താണ് അവരുടെ ചരിത്രം? എന്താണ് അവരുടെ പശ്ചാത്തലം? ഇന്ത്യയിൽ ഒരു പക്ഷേ BJPയേക്കാൾ മാരകമായിട്ടുള്ള വർഗീയത ഇളക്കിവിട്ടൊരു പാർട്ടിയാണത്. മുംബൈ കലാപത്തിൻ്റെ കാരണക്കാരാണ്. മുംബൈ കലാപം എന്ന് പറഞ്ഞാൽ ഒരു വാക്കാണ്. ആയിരക്കണക്കിന് മനുഷ്യർ പിടഞ്ഞു മരിച്ചൊരു സംഭവമാണത്. മുംബൈ കലാപത്തിൻ്റെ കാരണക്കാരാണെന്ന് സർക്കാർ നിശ്ചയിച്ച ശ്രീകൃഷ്ണ കമ്മീഷൻ കണ്ടെത്തിയ ഒരു പാർട്ടിയാണത്. മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള നിരന്തരമായ ആക്രമണങ്ങൾ, കലാപങ്ങൾ, സൗത്ത് ഇന്ത്യൻസിന് പ്രത്യേകിച്ച് മദ്രാസികൾക്കെതിരായിട്ടുള്ള, മലയാളികൾക്കെതിരായിട്ടുള്ള, മദ്രാസികൾക്കെതിരായിട്ടുള്ള, ബിഹാരികൾക്കെതിരായിട്ടുള്ള മണ്ണിൻ്റെ മക്കൾ വാദമുയർത്തി മറാത്ത ദേശീയതയും ഹിന്ദുത്വ വർഗീയതയും സമം ചേർത്ത് രൂപപ്പെടുത്തിയ ഒരു റിയാക്ഷണറി ഫോഴ്സ്, എല്ലാ നിലക്കും ഒരു വർഗീയ വിഭജന സംഘടനയായിട്ടുള്ള ശിവസേനയെ മുന്നണിയിലെടുക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു പ്രോസസ്സ്, ഒരു ഒരു ശുദ്ധി പ്രക്രിയ ഒരു CPM നേതാവ് അതേക്കുറിച്ച് ഒരു അസ്വസ്ഥത പ്രകടിപ്പിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. അയ്യോ, ശിവസേനയുള്ള മുന്നണിയിൽ അല്ലെങ്കിൽ ശിവസേനയെ നമ്മളെങ്ങനെയാണ് മുന്നണിയിലെടുക്കുക? അവർക്ക് അസ്വസ്ഥതയല്ല. എന്ന് മാത്രമല്ല, മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാഡി എന്ന് പറയുന്ന ശിവസേനയാണ് അതിലെ മേജർ പ്ലെയർ എന്ന് പറയുന്നത്. അതിലൊരു ജൂനിയർ പ്ലെയറായിട്ട് CPM നിൽക്കുകയാണ്. അവർക്ക് അതിലൊരു അസ്വസ്ഥതയില്ലല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് അതൊരു വിഷയമേ അല്ല. ഇപ്പോൾ BJPയോടൊപ്പം രാഷ്ട്രീയ മുന്നണിയായിട്ട് നിന്നുള്ള പാർട്ടികൾ അവരോടൊപ്പം കൂടുന്നതിൽ ഈ ഒരു പ്രശ്നമേ ഇല്ല. ഇപ്പം DMK ആകട്ടെ, അല്ലെങ്കിൽ ADMK ആകട്ടെ, TDP ആകട്ടെ, തൃണമൂൽ കോൺഗ്രസ് ആകട്ടെ, ഇവരൊക്കെ പല ഘട്ടങ്ങളിൽ BJPയുമായിട്ട് സഖ്യത്തിൽ ഏർപ്പെട്ടുള്ള ആളുകളാണ്. അവരെ സഖ്യത്തിലെടുക്കുന്നതിലോ അവരോടൊപ്പം സഖ്യം ചേരുന്നതിലോ ഈ പറയുന്ന മതേതര സെക്യുലർ സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നൊരു പ്രശ്നം വരുന്നില്ല. ശിവസേനയെപ്പോലെ പ്രഖ്യാപിതമായ വർഗീയ ഉള്ളടക്കമുള്ള ഒരു പ്രസ്ഥാനത്തിനോടൊപ്പം ചേരുന്നതിൽ പഞ്ചാബിൽ അകാലിദളിനൊരു ഫ്രാക്ഷനുമായിട്ട് CPM സഖ്യത്തിലായിട്ടുണ്ട്. ഇതൊന്നും ഒരു വിഷയമേ അല്ല. മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട മുസ്ലിം പശ്ചാത്തലമുള്ള മുസ്ലിം കർത്തൃത്വത്തിൽ രൂപീകരിക്കപ്പെടുന്ന ഏത് പൊളിറ്റിക്കൽ ഫോർമേഷനാകട്ടെ, അവർ ഞങ്ങളുടെ ഈ മതേതര തമ്പുരാക്കന്മാർ എന്ന് പറയുന്ന ഞങ്ങൾ മതേതര തമ്പുരാക്കന്മാരായിട്ട് ഇവിടെയുണ്ട്. ഞങ്ങളുടെ ഒരു ശുദ്ധി സർട്ടിഫിക്കറ്റ്, ഞങ്ങളൊരു ശുദ്ധി പത്രം നേടാതെ നിങ്ങൾക്ക് പൊളിറ്റിക്കൽ മെയിൻ സ്ട്രീമിലേക്ക് വരാൻ പറ്റില്ല എന്ന നിലപാടാണ് അടിസ്ഥാനപരമായിട്ട്. CPM നിലപാടെന്ന് കോൺഗ്രസ് നിലപാടെന്നുള്ളതല്ല. ഇതൊരു ബ്രാഹ്മിനിക് അപ്രോച്ചാണ്. ഇതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നത്. അതിൽ കേരളത്തിലെ ആചാര്യന്മാരാണ് CPM എന്നാണ് അവർ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളൊരു ശുദ്ധിപത്രമില്ലാതെ ന്യൂനപക്ഷ കർത്തൃത്വത്തിലുള്ള ഒരു രാഷ്ട്രീയ രൂപവും മുഖ്യധാരയിലേക്ക് പ്രവേശിക്കുന്നില്ല. ഞങ്ങളുടെ മനക്കൽ ഞങ്ങളുടെ പടിപ്പുരയിൽ കാത്തു നിൽക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ വിധി എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതവർ ദീർഘകാലം INL പറഞ്ഞതാണ്.
നോക്കൂ, INL ഇപ്പം വെൽഫെയർ പാർട്ടിയുമായി ബന്ധപ്പെടുത്തി ഗോവിന്ദൻ മാഷാണെങ്കിലും സ്വരാജ് ആണെങ്കിലും നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്താവനകൾ, അതിനേക്കാൾ മാരകവും രൂക്ഷവുമായ പ്രസ്താവനകൾ INL കുറിച്ച് VS അച്യുതാനന്ദൻ നടത്തിയിട്ടുണ്ട്. അത് നോക്കൂ, INL LDF സഖ്യത്തിൻ്റെ ഭാഗമാകുന്നതും മത്സരിക്കുന്നതും ഒക്കെ VS അച്യുതാനന്ദൻ പാർട്ടിയിൽ ഒതുക്കപ്പെട്ടതിന് ശേഷമാണ്. പാർട്ടി തന്നെ INL രൂപീകരണ സമയത്ത് എടുത്ത സമീപനം നമുക്കറിയാം. അപ്പോൾ ഇത് ശിവസേനയ്ക്ക് ഈ പ്രശ്നമില്ല, BJPയോടൊപ്പം പോയ TDPക്ക് ഈ പ്രശ്നമില്ല, മറ്റൊരു പാർട്ടി അകാലിദളിന് ഈ പ്രശ്നമില്ല. മുസ്ലിം പശ്ചാത്തലമോ കർത്തൃത്വമോ ഉള്ള പാർട്ടികൾക്ക് അതാണ് ഇന്ത്യൻ ദേശീയതയുടെ, ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ മുഖ്യധാരയിൽ മുസ്ലിം സാന്നിധ്യം അങ്ങനെ അങ്ങ് വരേണ്ടതില്ല എന്ന ഒരു നിലപാടിൻ്റെ ഭാഗമായിട്ടാണത്. അതാണ് ഇവർ പരോക്ഷമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പലപ്പോഴും മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും, അവരുടെ വിവാഹത്തെ ആണെങ്കിലും അവരുടെ പ്രണയത്തെ ആണെങ്കിലും അവരുടെ പരീക്ഷകളെ ആണെങ്കിലും അവരുടെ വിദ്യാഭ്യാസത്തെ ആണെങ്കിലും അവരുടെ തൊഴിലിനെ ആണെങ്കിലും അവരുടെ PSC പ്രാതിനിധ്യത്തെ ആണെങ്കിലും അതിനെല്ലാം പ്രശ്നവൽക്കരിക്കുന്നത് പോലെ തന്നെ മുസ്ലിങ്ങളുടെ രാഷ്ട്രീയ പ്രവേശനങ്ങളെയും അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയത്തിൽ അവർ നടത്തിക്കൊണ്ടിരുന്ന എൻഗേജ്മെൻറ്റുകളെയും പ്രശ്നവൽക്കരിക്കുക എന്ന് പറയുന്ന ഒരു വൈഡർ ക്യാൻവാസിലാണ് ഇത് കാണേണ്ടത്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് തിരിച്ചറിയാൻ ഇതിനെ എതിർക്കുന്നവർക്ക് പോലും മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ മുസ്ലിങ്ങൾക്കിടയിൽ അടിസ്ഥാനപരമായി മുസ്ലിം കർത്തൃത്വത്തിലുള്ള പൊളിറ്റിക്കൽ ആക്ടിവിറ്റിക്കെതിരായിട്ടുള്ള ഒരു ബ്രാഹ്മണിക്കൽ പൊസിഷനാണിത്, ഒരു സവർണ നിലപാടാണ്, ഒരു ആഢ്യ നിലപാടാണ്, ഇതൊരു തമ്പുരാൻ പൊസിഷനാണിത്, ഒരു അമ്മാവൻ രാഷ്ട്രീയമാണിത് എന്ന് മനസ്സിലാക്കാൻ മുസ്ലിം രാഷ്ട്രീയ രൂപങ്ങൾക്ക് പോലും സാധിക്കുന്നില്ല. അവർ ഈ സന്ദർഭങ്ങളിൽ പരസ്പരം കുറ്റപ്പെടുത്തുകയും പരസ്പരം വർഗീയ പ്രചാരുകയും അയ്യോ ഞങ്ങൾ തീവ്രവാദികളല്ല അവരാണ് തീവ്രവാദികൾ എന്ന പൊസിഷൻ എടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് തിരിച്ചറിയുക എന്നുള്ളതാണ്. ആരാണ് ഇവിടെ സർട്ടിഫൈ ചെയ്യാനുള്ള അതോറിറ്റി? ശുദ്ധിപത്രം നൽകാൻ വിശുദ്ധരായി രാഷ്ട്രീയ വിശുദ്ധിയുടെ അരമനകളിൽ നിന്ന് കീഴാളർക്ക് ശുദ്ധിപത്രം നൽകുക എന്നുള്ളതാണോ ഇടതുപക്ഷ രാഷ്ട്രീയം എന്നതാണ് ഇതിലെ അടിസ്ഥാനപരമായ ചോദ്യം എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം തെരഞ്ഞെടുപ്പ് സമയത്തുണ്ടാകുന്ന ഓരോ കലവിലകൾ മാത്രമായിട്ടാണ് ഞാൻ കാണുന്നത്. അജിംസ്, ഇവിടെ ഇപ്പം ഇത് മറ്റ് തെരഞ്ഞെടുപ്പുകളിലും പരീക്ഷിച്ചതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടന്ന പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഇതേ ആരോപണം UDF കേട്ടതാണ്. ജമാഅത്തെ ഇസ്ലാമി എന്നുള്ള പേര് ഓരോ വാർത്താസമ്മേളനത്തിലും പലതവണ CPM നേതാക്കൾ പറയുകയും ചെയ്തതാണ്. പക്ഷേ അവിടെയൊന്നും വിജയിക്കാതെ പോയ ഈ ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രം വീണ്ടും അവർ പയറ്റുന്നത് എന്തിനായിരിക്കും? ഇത് UDFനെതിരെ LDF മാത്രം പയറ്റുന്നൊരു തന്ത്രമല്ല. LDFനെതിരെ UDF മുമ്പ് പയറ്റിയിട്ടുണ്ട്. നമ്മൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഈ സൈക്കോളജിയിലൊരു ടേമുണ്ട്, കോഗ്നിറ്റീവ് ഡിസോണൻസ് എന്ന് പറയും. അപ്പോൾ അതിനൊരു ഏറ്റവും എളുപ്പം മനസ്സിലാകാൻ പറ്റിയൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യൻ 5 നേരം പല്ല് തേക്കുന്നു കരുതട്ടെ. 5 നേരം പല്ല് തേക്കുന്ന ഒരാൾ അയാളുടെ മുഴുവൻ സമയത്തെ പണി എന്തായിരിക്കുന്നു വെച്ചാൽ 5 നേരം പല്ല് തേക്കുന്നതിനെക്കുറിച്ചുള്ള അതിൻ്റെ ഗുണഫലങ്ങളെക്കുറിച്ചുള്ള റിസർച്ച് ആയിരിക്കും. 5 നേരം പല്ല് തേച്ചാൽ എന്താണ് ഗുണം, അയാൾ കാണുന്നവരുടെ കഥ പറഞ്ഞുകൊണ്ടിരിക്കും. 5 നേരം പല്ല് തേച്ചാൽ നല്ലതാണ്, എപ്പോഴും അതിനെപ്പറ്റി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇംപ്ലിക്കേഷൻ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ മുസ്ലിം ലീഗ്, PDP, വെൽഫെയർ പാർട്ടി, ഈ പാർട്ടികളൊക്കെയാണല്ലോ ഈ മുസ്ലിം INL ഇങ്ങനെയുള്ള പാർട്ടികളൊക്കെയാണ് മുസ്ലിം പ്രതിനിധാനമുള്ള പാർട്ടികൾ. ഈ പാർട്ടികളോട് വ്യത്യസ്ത മുന്നണികൾ സ്വീകരിക്കുന്ന നിലപാട്, അതാണ് വലിയ വിഷയം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് അബ്ദുൽ നാസർ മദനി കോയമ്പത്തൂർ കേസിൽ അകത്ത് പോയി ജയിലിൽ പോയിട്ട് തിരിച്ചു വന്നു. 2001 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ UDFനെയാണ് പിന്തുണച്ചത്. അത് വലിയ വിവാദമായിരുന്നു. ഉമ്മൻചാണ്ടി പോയി കണ്ടു, കണ്ടില്ല, ഞങ്ങൾ പോയിട്ടില്ല, പോയിട്ടുണ്ട്. അതായത് UDFനകത്ത് തന്നെയുള്ള കക്ഷികൾ, മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പല കക്ഷികൾ അതിനെപ്പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ കണ്ടിട്ടല്ല, അവരിങ്ങോട്ട് പിന്തുണച്ചതാണ്, ഞങ്ങൾ പിന്തുണ അങ്ങോട്ട് ചോദിച്ചിട്ടില്ല. പിന്നീട് അദ്ദേഹം 2008 or 2009 ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ കോവളത്ത് അദ്ദേഹത്തിനോടത്ത് സ്വീകരണം ഓർമ്മയുണ്ടാവും, ശംഖുമുഖത്ത്. പിന്നീട് പൊന്നാനി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊന്നാനിയിൽ LDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി മദനിയെ വേദിയിലിരുത്തി പിണറായി വിജയൻ വേദി പങ്കിട്ട ഒരു സീൻ ഓർമ്മയുണ്ട്. ആ വേദി പങ്കിട്ട സീനിൽ വലിയ തോതിലുള്ള വിവാദം ഉണ്ടായി. CPI അതിശക്തമായിട്ട് അതിനെ എതിർത്തു. VS അച്യുതാനന്ദൻ തന്നെ ആ ഇരുത്തിയ പരിപാടി തള്ളി പറഞ്ഞു. അന്നത്തെ പൊളിറ്റ് ബ്യൂറോ അംഗം MK പാന്ധെ ഇനി മേലാൽ ഞങ്ങൾ PDPയുമായി ഒരു സഹകരണവും ഉണ്ടാവില്ല എന്ന് പ്രഖ്യാപിച്ചു. പക്ഷെ നമ്മളിപ്പോൾ എന്താ കാണുന്നത്? ഇപ്പോൾ PDPയുടെ പിന്തുണയുണ്ട്, ആ പിന്തുണ അവർ സ്വീകരിക്കുന്നു. PDP പീഡിപ്പിക്കപ്പെടുന്നവരാണെന്ന് MV ഗോവിന്ദൻ പറയുന്നു. പാന്ധെ മരിച്ചുപോയി. മുസ്ലിം ലീഗിൻ്റെ കാര്യം വിശദമായിട്ട് ഇവിടെ പറഞ്ഞു. മുസ്ലിം ലീഗിൻ്റെ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ വാദമാണ്. പക്ഷേ ആ പാകിസ്ഥാൻ വാദം ഉന്നയിച്ച മുസ്ലിം ലീഗ് അല്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അവരൊരിക്കലും ആ ഒരു വാദത്തെ പിന്തുണയ്ക്കുന്നില്ല. അവർ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടൊരു പാർട്ടിയാണ്. എന്നിട്ടും പതിറ്റാണ്ടുകളോളം അവർക്ക് കേരളത്തിൽ എന്ത് ചെയ്യുന്നു? രണ്ട് മുന്നണികളിൽ നിന്നും അവർക്ക്
എതിർപ്പ് നേരിടേണ്ടി വന്നു. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ച് ജമാഅത്തെ ഇസ്ലാമി സ്വാതന്ത്ര്യത്തിന് മുമ്പ് രൂപീകരിച്ചൊരു സംഘടനയാണ്. ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടിക്കെട്ടിയാണല്ലോ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയെ ഇപ്പോൾ വിവാദമാക്കുന്നത്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് രൂപീകരിച്ച സംഘടനയാണ്. ഇന്ത്യ സ്വതന്ത്രമായി ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശും ശ്രീലങ്കയൊക്കെ വിഭജിച്ചു ഇന്ത്യയിലൊരു ജമാഅത്തെ ഇസ്ലാമി ഉണ്ടാക്കി. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയുള്ള ആരോപണം അവർ മതരാഷ്ട്രവാദികളാണ് എന്നാണ്. എന്നാൽ ജമാഅത്തെ ഇസ്ലാമിക്കാർ പറയുന്നത് ഞങ്ങൾ മതരാഷ്ട്രവാദികളല്ല എന്ന് പറയുന്നു. അല്ല, നിങ്ങളങ്ങനെയാണ്, നിങ്ങളുടെ സ്ഥാപകൻ മുമ്പ് ഇങ്ങനെ മതരാഷ്ട്രവാദത്തെ പറ്റി എഴുതിയിട്ടുണ്ട്. അവർ പറഞ്ഞു ഞങ്ങൾ ആ വാദത്തെ പിന്തുണയ്ക്കുന്നില്ല, ഞങ്ങൾ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണെന്ന് പറയുന്നു. അങ്ങനെയല്ല എന്ന് നിരന്തരം അവർക്കെതിരെ ആരോപിക്കുന്നു. നിങ്ങൾ മൗദൂദിയുടെ പുസ്തകങ്ങൾ വായിക്കുന്നു, അത് പ്രചരിപ്പിക്കുന്നു, അയാൾ മതരാഷ്ട്രവാദിയാണ്, അതുകൊണ്ട് നിങ്ങൾ മതരാഷ്ട്രവാദിയാണ്, നിങ്ങളുടെ പിന്തുണയുള്ള വെൽഫെയർ പാർട്ടിയും മതരാഷ്ട്രവാദികളാണ്, അതുകൊണ്ട് നിങ്ങൾ തൊടാൻ പാടില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇതിലെ രസം എന്താണെന്ന് വെച്ചാൽ ഇതേ ജമാഅത്തെ ഇസ്ലാമിയെ മുമ്പ് UDFൻ്റെ സഖ്യകക്ഷികൾ എതിർത്തുകൊണ്ടിരുന്നതാണ്. മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ളവർ എതിർത്തുകൊണ്ടിരുന്നതാണ്. PDPയെ ഒരു ഘട്ടത്തിൽ ഇപ്പോഴും PDPയുടെ LDF എന്നതിനെക്കുറിച്ച് UDFും പറയുന്നു അവരെ കൂട്ടാമെങ്കിൽ ഇവരെ കൂട്ടിക്കൂടെ എന്ന് പറയുന്നു. അല്ലെങ്കിൽ അവർ നല്ലത് ഇവർ ചീത്തയാവുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇതിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതൊരു തരം ഞാൻ മുമ്പ് പറഞ്ഞാൽ കോഗ്നിറ്റീവ് ഡിസോണൻസ് ആണ്. അതായത് ഇവർ ചെയ്യുന്ന കാര്യം വോട്ട് സ്വീകരിക്കുകയോ അല്ലെങ്കിൽ പിന്തുണ നേടുകയോ അല്ലെങ്കിൽ കൂടെ നിർത്തുകയോ ഒക്കെ ചെയ്യുന്നത് പൂർണ്ണ സമ്മതത്തോടെയല്ല, അവരുടെ ഫുൾ കൺവിക്ഷനോടെയല്ല അവരത് ചെയ്യുന്നത്. അതായത് ഇവർ കുഴപ്പക്കാരല്ല, അവർ നമ്മുടെ കൂടെ നിർത്താം, ഇവർ പ്രശ്നമല്ല എന്നുള്ള ഫുൾ കൺവിക്ഷനോടെയല്ല അവർ കൂടെ നിർത്തുകയോ വോട്ട് സ്വീകരിക്കുകയോ ചെയ്യുന്നത്. അപ്പോഴുണ്ടാകുന്ന രാഷ്ട്രീയ ആവശ്യങ്ങൾ, തെരഞ്ഞെടുപ്പ് സമയത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി കൂടെ നിർത്തുന്നു. പിന്നീട് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഇല്ല ഞങ്ങൾ അല്ല എന്ന് പറഞ്ഞ് തള്ളി പറയുന്നു. ഇത് രണ്ട് മുന്നണികളും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇതേ PDPക്കെതിരെ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, CPMൻ്റെ അകത്ത് നിന്നുണ്ടായ വിവാദം UDFകാരൻ ഇപ്പോഴും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന വിവാദം, മുസ്ലിം ലീഗിനെതിരെ കോൺഗ്രസ് മുമ്പ് ഉന്നയിച്ച വിവാദം, ഇപ്പോൾ അതിനുശേഷം കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ മുസ്ലിം ലീഗിനെതിരെ നടത്തുന്ന അറ്റാക്ക്. INLനെ 25 വർഷമാണ് അവർ പടിക്ക് പുറത്ത് നിർത്തിയത്, LDFിൽ ചേർക്കാതെ. ഏത് ലീഗിൽ നിന്ന് പിളർന്നു വന്ന INLനെ 25 കൊല്ലം പുറത്ത് നിർത്തി, 25 കൊല്ലത്തിന് ശേഷം സ്വീകരിച്ചു. അതേ INL ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നു, അവരാണ് പ്രശ്നമെന്ന് പറയും. അപ്പോൾ ഇത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ പൂർണ്ണമായ ബോധ്യം ഇവരെക്കുറിച്ച്, ഈ മുസ്ലിം പ്രതിനിധാനമുള്ള രാഷ്ട്രീയ പാർട്ടികളെ കുറിച്ച് ഇവർക്കില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ട്, ഒരു സെക്യുലർ ഡെമോക്രാറ്റിക് കൺട്രിയിൽ മതവിഭാഗങ്ങളുടെ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാകാമോ? അങ്ങനെ ചെയ്യാമോ എന്ന് വെച്ചാൽ അങ്ങനെ ഉണ്ടാവാമെന്നാണ് അതിന് ഉത്തരം. സമുദായ സംഘടനകൾ ഉണ്ടാവാം, അവർ പ്രഷർ ഗ്രൂപ്പുകളാവാം, അവർ രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ വേറെയും രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട് സമുദായ സംഘടനകളുടെ നേതൃത്വത്തിൽ. NSSൻ്റെ പിന്തുണയോടെ ഇവിടെ NDP എന്ന സംഘടന ഉണ്ടായി. SNDPയുടെ പിന്തുണയിൽ BDJS എന്ന പാർട്ടി ഇപ്പോൾ പ്രവർത്തിക്കുന്നു. നേരത്തെ SRP ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ സംഘടനകൾ ഉണ്ടാവുന്നുണ്ട്. എന്ന് മാത്രമല്ല ഇന്ത്യയിലെ ബഹുഭൂരിഭാഗം രാഷ്ട്രീയ പാർട്ടികളും ഏതെങ്കിലും കാസ്റ്റ് ബേസ് ആയിട്ടുള്ള, ഏതെങ്കിലും സമുദായ ബേസ് ആയിട്ടുള്ള പാർട്ടികളാണ്. യഥാർത്ഥത്തിൽ അവരുടെ വോട്ട് ബാങ്ക് അതാണ്, പേരിൽ അതില്ലെങ്കിൽ പോലും വോട്ട് ബാങ്ക് അതായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഡെമോക്രസി, അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം പ്രഷർ ഗ്രൂപ്പുകൾ, ഇത്തരം സമുദായങ്ങൾ, കമ്മ്യൂണിറ്റികൾ, അത് റിലീജിയസ് കമ്മ്യൂണിറ്റി തന്നെ ആവണമെന്നില്ല, പലതരത്തിലുള്ള കമ്മ്യൂണിറ്റികൾ, ഇതെല്ലാം ചേർന്നാണ് ഡെമോക്രസി എന്ന് പറയുന്നത്. ഇനി ഇപ്പോൾ വെൽഫെയർ പാർട്ടി ആണ് ഇപ്പോഴത്തെ വിവാദത്തിൻ്റെ കേന്ദ്രബിന്ദു. വിവാദത്തിൻ്റെ കേന്ദ്രബിന്ദുവെങ്കിൽ ഈ വെൽഫെയർ പാർട്ടിയുടെ രണ്ട് മുന്നണികളും പല ഘട്ടങ്ങളിൽ പലതരത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ മുമ്പ് പറഞ്ഞ പോലെ ഇങ്ങനെ പലതരത്തിലുള്ള പാർട്ടികൾ ഉണ്ടാകുമ്പോഴും ഇവരൊക്കെ ഈ രണ്ട് മുന്നണികളിലെയും പാർട്ടികൾക്ക് യഥാർത്ഥത്തിൽ അവരെ ശത്രുവായി പ്രഖ്യാപിച്ചിട്ടുള്ള RSSനോടും BJPയോടും സംഘപരിവാറിനോടും അവരുടെ പ്രത്യയശാസ്ത്രത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത്? തെരഞ്ഞെടുപ്പ് സമയത്ത് അവർ ആ സൂക്ഷ്മത പാലിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം പ്രസക്തമാണ്. ആ സൂക്ഷ്മത നോക്കുകയാണെങ്കിൽ PC തോമസ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നിട്ടുണ്ട്. കേന്ദ്രമന്ത്രിയായത് എങ്ങനെയാണ്? NDAയുടെ ഭാഗമായിട്ടാണ് അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നിട്ടുള്ളത്. അദ്ദേഹം കേരള കോൺഗ്രസിൽ നിന്ന് പിളർന്ന് സ്വന്തം പാർട്ടി ഉണ്ടാക്കി അദ്ദേഹം NDA പോയിട്ടുണ്ട്. ആ NDA പോയ അതേ വേഗത്തിൽ അദ്ദേഹം LDFിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം UDFിൻ്റെ ഭാഗമാണെന്നും അറിയില്ല, അദ്ദേഹം ഇപ്പോൾ എവിടെയെന്ന് അറിയില്ല. K. രാമൻപിള്ള എന്ന് പറഞ്ഞാൽ BJPയുടെ 3ാമത്തെ സംസ്ഥാന അധ്യക്ഷനാണ് കേരളത്തിൽ. രാമൻപിള്ള BJPയുമായി ഉടക്കി ജനപക്ഷം എന്ന പേരിൽ ഒരു പാർട്ടി ഉണ്ടാക്കി. ഒരു പ്രശ്നം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല LDFിൽ ചേരാൻ. LDFിൽ പോകാൻ അദ്ദേഹത്തിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നീട് അദ്ദേഹം തിരിച്ച് വീണ്ടും BJPയിലേക്ക് പോയി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇത് പലതരത്തിൽ ഒരുതരം അവസരവാദ സമീപനം എന്നോ അല്ലെങ്കിൽ എന്താണ് പറയുക, ഒരുതരം സ്ലേവ് മൊറാലിറ്റി എന്നൊക്കെ പറയാവുന്ന ഒരവസ്ഥയാണ് രാഷ്ട്രീയ പാർട്ടികൾ. ഇതിൽ ഞാൻ CPMനെ മാത്രമായിട്ട് കുറ്റപ്പെടുന്നില്ല, ഇതിൽ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, ഈവൻ മുസ്ലിം ലീഗ് ഉൾപ്പെടെ, യഥാർത്ഥത്തിൽ ഇതൊരു ഇസ്ലാമോഫോബിക് പ്രശ്നമാണ്. എന്നിട്ട് പോലും മുസ്ലിം ലീഗ് ഉൾപ്പെടെ മറ്റ് മുസ്ലിം സംഘടനകൾ, ഇപ്പോൾ ഇന്ന് തന്നെ നോക്കുക, എത്ര മുസ്ലിം സംഘടനകൾ ഞങ്ങൾ തീവ്രവാദികളല്ല, അവർ തീവ്രവാദികളാണ്, ഞങ്ങൾ അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പരസ്പരം ആരോപിക്കുന്നത്. അതായത് ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞാൽ എല്ലാവരിലും ഉണ്ട്.
അത് മുസ്ലിം സംഘടനകളിൽ പോലും ഉണ്ട് എന്നുള്ള തെളിവാണ്, മുസ്ലിം രാഷ്ട്രീയ പാർട്ടികളിലുണ്ട് എന്നതിന് തെളിവാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിവാദങ്ങൾ. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് മനസ്സിലാകാത്തവരാണ് ഈ വോട്ടർമാർ എന്ന് വിചാരിക്കുന്നു എന്നുള്ളതാണ്. ഈ കാണുന്ന കോപ്രായങ്ങൾ, ഞാൻ മുമ്പ് പറഞ്ഞ ഈ കോഗ്നിറ്റീവ് ഡിസോണൻസ്, രാഷ്ട്രീയ പാർട്ടികളുടെ കോഗ്നിറ്റീവ് ഡിസോണൻസ് മനസ്സിലാകാത്തവരാണ് വോട്ടർമാർ എന്ന് രാഷ്ട്രീയ പാർട്ടികൾ തെറ്റിദ്ധരിക്കുകയാണ്. ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം എന്താണ്? നിലമ്പൂരിലെ യഥാർത്ഥത്തിലുള്ള തെരഞ്ഞെടുപ്പ് അജണ്ട എന്ന്, യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് അജണ്ട ഇപ്പോൾ നിലനിൽക്കുന്ന ഭരണകൂടത്തിനെതിരെ PV അൻവർ ഉന്നയിച്ച ചില ആരോപണങ്ങൾ, അവിടുത്തെ സിറ്റിംഗ് MLA ആയിരുന്നയാൾ ഇറങ്ങിപ്പോരുമ്പോൾ ഉന്നയിച്ച ചില ആരോപണങ്ങളുണ്ട്. അത് വളരെ ഗൗരവമുള്ളതാണ്. അത് ഞങ്ങൾ ഏറ്റെടുക്കുന്നുവെന്ന് പ്രതിപക്ഷം പറയുന്നു. അതിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ ഞങ്ങൾ തയ്യാറാണ്, രാഷ്ട്രീയ പോരാട്ടത്തിനാണ് ഞങ്ങൾ തയ്യാറായിരിക്കുന്നതെന്ന് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ, അവിടുത്തെ സ്ഥാനാർത്ഥി M സ്വരാജും പറഞ്ഞതാണ്. എന്നിട്ടിപ്പോൾ അജണ്ട ആരാണ് സെറ്റ് ചെയ്യുന്നത്? അജണ്ട എവിടെയാണ്? എന്താണ് ചർച്ചയാവുന്നത്? വോട്ടർമാർ എന്താണ് ചിന്തിക്കുന്നത്? ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. ഇത്തരം ട്രിവിയലായിട്ടുള്ള കാര്യം, തീർച്ചയായിട്ടും ഇത് ട്രിവിയലായ കാര്യം തന്നെയാണ്. ഈ ട്രിവിയലായ കാര്യങ്ങളിൽ ചർച്ച വരുമ്പോൾ എന്ത് ചെയ്യുന്നു? വോട്ടർമാർക്ക് ഒരു തരം മടുപ്പുണ്ടാവും. ഇത് ആർക്ക് വേണ്ടിയാണ് ഇവർ പ്രചാരണം നടത്തുന്നത്? യഥാർത്ഥത്തിൽ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ലക്ഷ്യം എന്താണ്? ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ കാണുന്നത്, ഈ വിവാദം നിലമ്പൂരിലെ പോളിംഗ് ശതമാനത്തിൽ കുറവ് വരുത്തുന്നതാണ് ഞാൻ കാണുന്നത്. ആൾക്ക് മനസ്സും എടുത്തിട്ട് എന്തിനാണ് വോട്ട് ചെയ്യുന്നത് പോലും ചിന്തിച്ചു പോകും. കാരണം യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് ഇഷ്യൂവിലേക്ക് ഈ ചർച്ചകൾ വരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.